പൈതലായി തീരുവാൻ തക്കവണ്ണം എനിക്കിടയായി തീർന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കടന്നു പോയി ഈ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഞാൻ അറിയിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു 35 വർഷക്കാലം 36 വർഷക്കാലത്തിന് മുന്നേ ഞാൻ എന്തായിരുന്നു എന്ന് അറിയാൻ പറ്റുന്ന അനേക വ്യക്തികൾ ഇവിടെയുണ്ട്. അതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീർന്ന് ഈ ലോകമോഹങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കൊരു വിടുതൽ ലഭിക്കുവാൻ അനേക സ്ഥലങ്ങളിൽ ഞാൻ കടന്നുപോയിട്ടുണ്ട്, അനേക പുണ്യസ്ഥലങ്ങളിൽ ഞാൻ കടന്നുപോയിട്ടുണ്ട്, അനേക നേർച്ചകാഴ്ചകൾ വഴിപാടുകൾ ഒക്കെയും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്കൊരു വിടുതൽ ലഭിക്കുവാൻ ഇടയായി തീർന്നില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ തിരുവെഴുത്തുകളെ കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ ഞാൻ അതിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്ന് ഞാൻ വിശ്വസിച്ചു, അന്നു മുതൽ ഇന്നു വരെയും ആ ദൈവം എന്നെ പരിപാലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലത്തിൽ കൂടുതൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ജീവിക്കുവാൻ കഴിയയില്ല. അവൻ ധനാഢ്യനായാലും അവൻ പണമില്ലാത്തവനായാലും പണമുള്ളവനായാലും ഈ ലോകം വിട്ടു പോയേ തീരൂ. എന്നാൽ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ, കർത്താവിന്റെ കൽപ്പനകൾ ആചരിക്കുമ്പോൾ കർത്താവിന്റെ കൂടെ വസിക്കുവാൻ കഴിയും എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു. കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക. നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകും, നാം മരിച്ചു കഴിഞ്ഞാൽ 2 സ്ഥലത്തിലേക്ക് മാറ്റപ്പെടും. ആ കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഒന്ന് സ്വർഗം, 2 നരകം. സ്വർഗത്തിലേക്ക് പോകുവാൻ നേരായിട്ടുള്ള ഒരു വഴി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവന്റെ കൽപ്പനകൾ ആചരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന് ഓഹരിക്കാരനായി തീരും. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളൊക്കെ ആയി തീരുന്ന വ്യക്തികൾ മരിച്ചിട്ട് ഇവിടുന്ന് മാറ്റപ്പെട്ടു പോയാൽ നിത്യ നരകത്തിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവിടെ ഇന്ന് കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ കേട്ടല്ലോ, നമ്മൾക്ക് അനേക വിഷയങ്ങൾ സാക്ഷ്യമാണ് അദ്ദേഹം പറയുവാനിടയായി. ഒരു കാലത്ത് എന്തായിരുന്നു, ഇന്ന് എന്തായിരുന്നു എന്നാണ് പറയുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ഇത്രയും സമയം ഇവിടെ എടുത്തത് കൊണ്ട് ഞാൻ കൂടുതലായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിടുതലുണ്ട്. അവന് മദ്യപിക്കുവാൻ കഴിയത്തില്ല, അവന് മയക്കുമരുന്ന് ഉപയോഗിക്കുവാൻ കഴിയത്തില്ല, മറ്റ് ഈ ലോകമോഹങ്ങളിൽ കടന്നു പോകുവാൻ കഴിയത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? അവനിൽ വസിക്കുന്നത് ദൈവമായതുകൊണ്ട് അവൻ തീർച്ചയായിട്ടും ഒരു ദൈവത്തിന്റെ പൈതലായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനായ ഒരു ദൈവം. ഹല്ലേലൂയ! ഞാനും നിങ്ങളും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പിശാചിന്റെ തലയെ തകർത്ത് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശം വച്ചിരിക്കുന്ന ഒരു യേശു ക്രിസ്തുവിനെയാ ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ ഉയർത്തിക്കാട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ മരിക്കണമെങ്കിൽ എന്റെ കർത്താവ് അറിയണം. എന്റെ കർത്താവ് അറിയാതെ ഒരു